ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ദേ കുറച്ച് പുഴമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്ന് അച്ഛന് കിട്ടിയതാണ്. അപ്പോൾ അച്ഛനത് എനിക്ക് നന്നാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നന്നാക്കി എടുക്കാൻ കുറച്ച് പണിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കറി വെക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, ഉലുവ ഇട്ട് കൊടുത്തു കേട്ടോ. ഉലുവ ഒന്ന് പൊട്ടിയതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതേ നമ്മളതിൽ ചേർക്കുന്നത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളി കുറച്ച് അധികം ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്താൽ. അപ്പോൾ അതും നല്ലപോലെ വഴറ്റിയെടുക്കുകയാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേ തക്കാളിയും ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അതുകൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റിയിട്ടെടുക്കാം. അപ്പോഴേക്കും മൂത്തതിന് ശേഷം നമ്മൾ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയാണേ. അപ്പോൾ അതും ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ തിളച്ചതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പും പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ പുഴമീനിൽ ഏറ്റവും ഇഷ്ടം കല്ലാങ്കാരിയാണ് കേട്ടോ. അത് കഴിക്കാനാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ അതേ അമ്മ കുറച്ച് വറക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടി അമ്മ മസാലയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതേ അപ്പുറത്ത് വറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും കറിയൊക്കെ റെഡിയായി. അച്ഛന് ചോറ് കൊടുത്തു. അച്ഛൻ ചോറും കൂട്ടിയിട്ടാണ് കഴിക്കണത്. അപ്പോൾ എനിക്കിഷ്ടം ചോറിലേറെ ഇഷ്ടം മീൻ കറിയുടെ കൂടെ കപ്പയായിരുന്നു കേട്ടോ. അപ്പോൾ കപ്പയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിക്കുന്നത് കപ്പയാണ് കേട്ടോ. കപ്പയുടെ കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മീൻ കറി എടുത്തിട്ടുണ്ട്, മീൻ വറുത്തതും എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കൂട്ടി കഴിക്കുകയാണേ. അപ്പോൾ എല്ലാവരും പെരുന്നാളിൻ്റെ ബിരിയാണിയൊക്കെ കഴിച്ച് മടുത്ത് ക്ഷീണിച്ചിരിക്കാവൂലേ. അപ്പോൾ ഇന്നത്തെ ഈ മീൻ കറി ഒന്ന് കണ്ടു നോക്കൂ. എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ.